ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അഹങ്കാരിയായ ഒരു മാനിന്റെ കഥ കേട്ടാലോ? പണ്ട് ഒരു കാട്ടിൽ കുറേ മാനുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. എന്നും അവർ ഒരുമിച്ചാണ് ആഹാരം തേടി പോകാറുള്ളത്. ഇവരുടെ കൂട്ടത്തിൽ കുട്ടു എന്നു പേരുള്ള ഒരു മാൻകുട്ടിയുണ്ട്. അവന് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഒരുമിച്ച് താമസിക്കുന്നതും ഒരുമിച്ച് ആഹാരം തേടി പോകുന്നതും ഒന്നും അവനിഷ്ടമായിരുന്നില്ല. അവനിടയ്ക്കിടെ അച്ഛനോടും അമ്മയോട് പറയും, "ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ. എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടല്ല." അപ്പോൾ അച്ഛനും അമ്മയും പറയും, "മോനെ, നീ ഒറ്റയ്ക്കൊന്നും ഒരിടത്തേക്കും പോകരുത്. നീ എന്തെങ്കിലും അപകടങ്ങളിൽ ചെന്ന് ചാടും. നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കും." അപ്പോൾ അവൻ സ്വയം വിചാരിക്കാറുണ്ട്, "ഞാൻ വളരെ ശക്തനാണ്. ഞാൻ നല്ല ചെറുപ്പമാണ്. എനിക്ക് നല്ലോണം ഓടാൻ സാധിക്കും. എനിക്ക് തനിയെ ആഹാരം തേടി കണ്ടെത്താൻ സാധിക്കും. എന്തിനാണ് വെറുതെ ഇവരുടെ കൂടെ നടന്ന് ആഹാരം തേടി നടക്കുന്നത്?" അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും കൂടി പുല്ലും മേയാൻ പോയ സമയത്ത് കുട്ടു ആരും കാണാതെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അവൻ അവിടുന്ന് ഓടി കാടിന്റെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തെത്തി. അവൻ വിചാരിച്ചു, രക്ഷപ്പെട്ടു, ഇനി സ്വസ്ഥമായി ജീവിക്കാം. ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും താമസിക്കാം. നേരം വെളുക്കുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. തൽക്കാലം ഇവിടെ വിശ്രമിക്കാം എന്ന് കരുതി അവിടെ ഒരു മരത്തിന്റെ താഴെ കിടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ ഒരു പുലി നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടു കിടന്നതും പുലി പിന്നാലെ പതുങ്ങി ചെന്ന് കുട്ടുവിന്റെ മേലേക്ക് ഒറ്റ ചാട്ടം. കുട്ടു പേടിച്ചോടി. അപ്പോൾ ദൂരെ ഒരു ഗുഹ അവൻ കണ്ടു. അവൻ ഗുഹക്കകത്ത് ഓടിക്കയറി. പക്ഷെ അവിടെ ഒരു സിംഹം ഉറങ്ങുന്നുണ്ടായിരുന്നു. സിംഹം ശബ്ദം കേട്ട് ചാടി എണിറ്റു. എന്നിട്ട് മാനിന്റെ മേലേക്ക് ചാടി വീണു. അപ്പോൾ മാനിന്റെ പിന്നാലെ ഓടിവന്ന പുലിയും മാനിന്റെ മേലേക്ക് ചാടി വീണു. പുലിയെ കണ്ട സിംഹം പുലിയെ ആക്രമിച്ചു. പുലി തിരിച്ച് സിംഹത്തെയും ആക്രമിച്ചു. അങ്ങനെ സിംഹവും പുലിയും തമ്മിൽ കടിപ്പിടിയായി. ആ തക്കത്തിന് കുട്ടു അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അവൻ ഓടി. അപ്പോൾ അവന് മനസ്സിലായി, കൂട്ടമായി നടന്നപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എല്ലാവരും കൂടി രക്ഷപ്പെടുത്താൻ വരും. പക്ഷേ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛനും അമ്മയും പറഞ്ഞത് വളരെ ശരിയാണ് എന്നു മനസ്സിലാക്കിയ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ഓടി പോയി. അപ്പോൾ കൂട്ടുകാരെ, അഹങ്കാരിയായ കുട്ടുവിന്റെ കഥ ഇഷ്ടമായോ? കുട്ടുവിനെ പോലെ അഹങ്കാരിയായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളും വലിയ ആപത്തുകളിൽ ചെന്ന് ചാടും. എപ്പോഴും നമ്മൾ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് വേണം ജീവിക്കാൻ. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.